നമസ്കാരം, വൈറ്റ് സോൺ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. സാറേ നമസ്കാരം. സാറേ, CPM-ന്റെ ജില്ലാ സമ്മേളനങ്ങൾ കഴിയുന്നതോടുകൂടി CPM-നകത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് നമ്മൾ പല ചർച്ചകളിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. വയനാട്ടിൽ വളരെ ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു ജില്ലാ സെക്രട്ടറി, ഡിവൈഎഫ്ഐക്കാരനായിട്ടുള്ളൊരു ജില്ലാ സെക്രട്ടറി വരുന്നത് നമ്മൾ കണ്ടു. അതോടൊപ്പം തന്നെ പത്തനംതിട്ടയിൽ രാജു എബ്രഹാം പുതിയ ജില്ലാ സെക്രട്ടറി ആയിട്ട് വരുന്നത് നമ്മൾ കണ്ടു. മറ്റു പല ഇടങ്ങളിലും ഇപ്പോൾ പാലക്കാട് മാറ്റങ്ങൾക്ക് സാധ്യതയുള്ളതായിട്ട് അറിയുന്നു. മറ്റു പല ജില്ലകളിലും പുതിയ ജില്ലാ സെക്രട്ടറിമാർ, തിരുവനന്തപുരത്ത് മാത്രമാണ് പഴയൊരു ജില്ലാ സെക്രട്ടറിയെ തന്നെ വീണ്ടും തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. മറ്റ് പല ജില്ലകളിലും ജില്ലാ സെക്രട്ടറിമാരിൽ മാറ്റങ്ങൾക്ക് സാധ്യത ഉണ്ട് എന്നെനിക്ക് തോന്നുന്നു. പക്ഷേ ഇതിനകത്ത് നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം, ഇന്നലെ ജി സുധാകരൻ ശക്തമായി പ്രതികരിച്ചുകൊണ്ട്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പത്തനംതിട്ടയിലുള്ള സഖാക്കളെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം രംഗത്ത് വന്നിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് പി കെ ശശിയെക്കുറിച്ചുള്ള ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും ഒക്കെ ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട് എങ്കിൽ തന്നെയും പി കെ ശശി എന്ന സഖാവ് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ, പാർട്ടിയെ ഒറ്റുകൊടുത്തും വിറ്റും ഒന്നും അധികനാൾ ആർക്കും ഈ പാർട്ടിയിൽ രാജാവായി വാഴാൻ സാധിക്കില്ല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു വെക്കുമ്പോൾ, ഈ പാർട്ടിയെ ഒറ്റുന്നവരുണ്ടെന്നും ഈ പാർട്ടിയെ വിൽക്കുന്നവരുണ്ടും എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. CPM-നകത്തൊരു പക്ഷേ വലിയൊരു മാറ്റത്തിനുള്ള ചില സാധ്യതകൾ കാണുന്നുണ്ട്. കാരണം പിണറായിയുടെ കൈവശം നിന്ന് പാർട്ടി MV ഗോവിന്ദൻ്റെ കൈകളിലേക്കാണോ എത്തുന്നത്, അതോ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ തിരിച്ചു വരുമോ എന്ന് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. എന്തു തോന്നുന്നു? ഈ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തിരിച്ചു വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതില്ല എന്നുള്ളത് തന്നെ നമ്മൾ പറയണം. കാരണം കഴിഞ്ഞ ഒരു 10-20 വർഷക്കാലമായിട്ട് ഈ പാർട്ടി രൂപമാറ്റം സംഭവിച്ച് മറ്റൊരു പാർട്ടിയായി മാറി നിൽക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പി കെ ശശിയെ പോലുള്ള ഈ ആളുകളൊക്കെ ഇതിൽ നേതാക്കന്മാരായി വന്നതെന്ന് ആലോചിക്കണം. ഇപ്പോൾ പി കെ ശശി നമുക്കറിയാം എങ്ങനെയാണ് വാർത്തകളിലൊക്കെ നിറഞ്ഞു നിന്നിരുന്നതെന്ന്. പി കെ ശശി ഒരു പീഡന കേസുമായി ബന്ധപ്പെട്ട് പാർട്ടി യഥാർത്ഥത്തിൽ അദ്ദേഹത്തിനെതിരെ പാർട്ടിയിൽ പരാതി കൊടുത്തു എന്നുള്ളതുകൊണ്ടാണ് പി കെ ശശി ഇപ്പോൾ ഇത് സംസാരിക്കാൻ വേണ്ടി ഇവിടെ നിൽക്കുന്നത്. ഇല്ലെങ്കിൽ സ്ത്രീ പീഡനത്തിന് അദ്ദേഹം അകത്ത് പോകേണ്ടതായിരുന്നു. പക്ഷേ പാർട്ടി തന്നെ കോടതിയും പാർട്ടി തന്നെ പോലീസും ഒക്കെ ആയതുകൊണ്ട് മാത്രമാണ് പി കെ ശശിയെ സംരക്ഷിച്ചെടുക്കുകയൊക്കെ ചെയ്തത്. അത് തീവ്രത കുറഞ്ഞ പീഡനം എന്ന് പറഞ്ഞ് ഉള്ള ഒരു റിപ്പോർട്ടൊക്കെ കൊടുത്തിട്ടാണ് അദ്ദേഹത്തിനെ പാർട്ടി ഇപ്പോഴും നിലനിർത്തിയിരിക്കുന്നത് നമുക്കറിയാം. ആ കേസിലല്ല ഇദ്ദേഹം ഈ നടപടി നേരിട്ടത്. അദ്ദേഹം മണ്ണാർക്കാടുള്ള ഒരു പാർട്ടി ഓഫീസിന് നിർമ്മാണവുമായി ബന്ധപ്പെട്ടും പിന്നെ അവിടെയുള്ളൊരു സൊസൈറ്റി അനധികൃതമായി പണം പിരിച്ചതുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 10-20 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തി എന്ന് പാർട്ടി കണ്ടെത്തിയതിൻ്റെ പേരിലാണ് അദ്ദേഹത്തെ പുറത്താക്കിയത്. അദ്ദേഹത്തിന് പുറത്താക്കാൻ വേണ്ടിയിട്ട് നേതൃത്വം കൊടുത്തത് ആരായിരുന്നു നമുക്കറിയാം. MV ഗോവിന്ദൻ, അതായത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന MV ഗോവിന്ദൻ തന്നെ നേരിട്ട് പങ്കെടുത്ത ഈ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ വെച്ചാണ് അദ്ദേഹത്തെ പുറത്താക്കാൻ വേണ്ടി തീരുമാനിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് അദ്ദേഹത്തിന് CIT-ൻ്റെയും മറ്റ് ഈ വർഗ ബഹുജന സംഘടനയുടെ തലപ്പത്തു നിന്നൊക്കെ മാറ്റിയത്. ഇപ്പോൾ അദ്ദേഹത്തിനാകെ പാർട്ടി ചുമതല കൊടുത്തുവെന്ന് അദ്ദേഹം തന്നെ പറയുന്ന KTDC ചെയർമാൻഷിപ്പ് മാത്രമാണ് ഉള്ളത്. ബാക്കി ഔദ്യോഗികമായ എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും അദ്ദേഹത്തിന് മാറ്റിയിട്ടുണ്ട്. ഈ KTDC ചെയർമാൻ സ്ഥാനത്ത് നിന്നും അദ്ദേഹത്തെ മാറ്റണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ജില്ലാ സെക്രട്ടറി, അതായത് സുരേഷ് ബാബു, പാലക്കാട് ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു വളരെ പരസ്യമായ നിലപാട് സ്വീകരിച്ചു എന്നുള്ളതാണ്. മാത്രമല്ല സംസ്ഥാന നേതൃത്വത്തിന് അദ്ദേഹം കത്ത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അവിടെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ജില്ലാ സെക്രട്ടറിയും പി കെ ശശിയും തമ്മിൽ നടക്കുന്ന വലിയ വാക്പോരും വലിയ തരത്തിലുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളൊക്കെ നിലനിൽക്കുന്നു. ഇപ്പോൾ സുരേഷ് ബാബുവിനെ ഒരു സ്ത്രീപീഡന കേസിൽ അകപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിനെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തു നിന്നും തെറിപ്പിക്കാൻ വേണ്ടി പി കെ ശശി ഗൂഢാലോചന നടത്തി എന്നുള്ളതാണ് മറ്റൊരു വലിയ, അത് വളരെ ഗുരുതരമായൊരു ആരോപണമാണ്. അത് എന്തുകൊണ്ടാണ് CPM-ലായതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിനെതിരെ പോലീസ് നടപടികൾ ഇല്ലാത്തത് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. അതോ നിരന്തരമായി പാർട്ടിയെ പ്രതിരോധത്തിലാക്കുകയും ആ പാർട്ടിയെ ശരിക്കും പറഞ്ഞാൽ എല്ലാ രീതിയിലും അപജയപ്പെടുത്തുകയും ചെയ്ത ഒരു നേതാവാണ് പി കെ ശശി എന്ന് നമ്മളിൽ കാണേണ്ടത്. അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് ഷൊർണൂർ MLA ആയിരുന്ന അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് സെക്കൻഡ് ടൈമിൽ മത്സരിക്കാൻ ചാൻസ് കൊടുക്കാതിരുന്നതെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള പീഡന കേസുകളും മറ്റ് ആരോപണങ്ങളിലൊക്കെ അദ്ദേഹം പ്രതിസ്ഥാനത്ത് നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ. പക്ഷേ ഈ പി കെ ശശിക്ക് പാലക്കാടുള്ള ഒരു ജനസ്വാധീനം എന്താണ്? കാരണം ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ബെന്നി ബെഹനാനുമായിട്ട് പി കെ ശശി ചർച്ചകൾ നടത്തിയിരുന്നു.
കോൺഗ്രസിലേക്ക് അദ്ദേഹം വരാൻ വേണ്ടി പോവുകയാണ് എന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ പ്രചരിച്ചിരുന്നു. പക്ഷെ അവസാന നിമിഷം സന്ദീപ് വാര്യർ വന്നതുപോലെയല്ല, പി കെ ശശി CPM-ൽ നിന്ന് കോൺഗ്രസിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഈ ഉപതെരഞ്ഞെടുപ്പിനെ തന്നെ ബാധിക്കും, തെരഞ്ഞെടുപ്പ് ഫലം മറ്റൊന്നാകും എന്ന് കണ്ടുകൊണ്ടാണ് അദ്ദേഹത്തെ അന്ന് ഈ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസിലേക്ക് സ്വീകരിക്കാത്തത് എന്ന് പറഞ്ഞു കേട്ടിരുന്നു. പി കെ ശശിക്ക് യഥാർത്ഥത്തിൽ നല്ല സ്വാധീനം ഉണ്ടായിരുന്നു ഒരു കാലത്ത്. പക്ഷേ ഇപ്പോൾ പി കെ ശശിക്ക് യഥാർത്ഥത്തിൽ അവിടെ സ്വീകാര്യത ഇല്ല എന്ന് കാണാം. കാരണം നിരവധിയായ ആരോപണങ്ങളാണ് അദ്ദേഹത്തിനെതിരെ വന്നത്. ഇപ്പൊ സുരേഷ് ബാബുവിന് വലിയ സ്വാധീനം ഉണ്ടോ എന്ന് വെച്ചാൽ ഇല്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ സുരേഷ് ബാബുവിനെതിരെ ഇദ്ദേഹം വ്യാജമായ പരാതികൾ ഉണ്ടാക്കുകയും ആ പരാതിയുടെ പേരിൽ ഹണി ട്രാപ്പിലേക്ക് ഉൾപ്പെടുത്തി അദ്ദേഹത്തെ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി തന്നെ തുലാശിലാക്കാൻ വേണ്ടിയിട്ടായിരുന്നു പി കെ ശശി നീക്കം നടത്തിയത്. അത് വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചറിഞ്ഞ് സുരേഷ് ബാബു അതിൽ നിന്നും മോചനം നേടാൻ വേണ്ടി വലിയ രീതിയിലുള്ള ശ്രമം നടത്തി എന്നുള്ളത് കൊണ്ട് മാത്രമല്ല പി കെ ശശി ഒരുക്കിയ കെണിയിൽ ഇദ്ദേഹം വീഴുകയും സുരേഷ് ബാബുവിന്റെ രാഷ്ട്രീയ ജീവിതം അന്നോടുകൂടി അവസാനിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പൊ പി കെ ശശി യഥാർത്ഥത്തിൽ ഒരു മാതൃകയാണ്. CPM-ൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ ഇന്നലെ MM മണിയെ കുറിച്ച് പറഞ്ഞ പോലെ പി കെ ശശി യഥാർത്ഥത്തിൽ കേരളത്തിലുള്ള CPM-ൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപജയത്തിന്റെ ആൾരൂപമാണ് എന്ന് പറയാം. എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിനെതിരെ ഇത്തരത്തിലൊരു ആരോപണം നേരത്തെ ഉണ്ടായപ്പോൾ ഒരു സ്ത്രീ, അതും ഒരു വനിതാ സഖാവ്, ഒരു DYFIയുടെ ഒരു നേതാവായിരുന്ന ഒരു വനിതാ സഖാവ് കൊടുത്ത പരാതി എന്തുകൊണ്ടാണ് നിയമപരമായി നേരിടുന്നതിന് പകരം പാർട്ടി അന്വേഷണ കമ്മീഷന് വെക്കുകയും പാർട്ടി അന്വേഷണ കമ്മീഷൻ യഥാർത്ഥത്തിൽ ഇദ്ദേഹം കുറ്റക്കാരനല്ല, തീവ്രത കുറഞ്ഞ, അതായത് അവര് അശ്ലീല വാക്കുകൾ ഉപയോഗിച്ചു എന്നുള്ള മാത്രമാണ് കണ്ടെത്തിയത്. അപ്പോൾ എന്തുകൊണ്ടാണ് അത്തരത്തിൽ ഒരു നേതാവിനെതിരെ അന്ന് നടപടിയെടുത്ത് അദ്ദേഹത്തിനെ പുറത്താക്കിയിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ നിയമപരമായി തന്നെ അദ്ദേഹത്തിന് പോലീസിൽ പരാതി കൊടുക്കുകയും നിയമപരമായി തന്നെ അദ്ദേഹം ആ കേസ് മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഈ പി കെ ശശി CPM-ന് ബാധ്യതയായി മാറില്ല എന്നാണ് നമ്മളിൽ കാണേണ്ടത്. അപ്പം ഇത്രയൊക്കെ ആരോപണ വിധേയനായ ഒരാളിന് എങ്ങനെയാണ് MLA സ്ഥാനത്തിന് പകരം കുറച്ചും കൂടി വലിയ സ്ഥാനം എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് KTDCയുടെ ചെയർമാൻഷിപ്പിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവന്നത് എന്നുള്ളത് നമ്മൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അപ്പൊ സംസ്ഥാന നേതൃത്വത്തിന്, പ്രത്യേകിച്ചിട്ടും പിണറായി വിജയൻ എന്താണ് അദ്ദേഹത്തിനോട് ഇത്ര മമത എന്നുള്ളത് നമ്മൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഇപ്പൊ പിണറായി വിജയൻ അദ്ദേഹത്തോടുള്ള മമത കാരണം മാത്രമാണ് അദ്ദേഹം ഇപ്പോഴും ഈ KTDCയുടെ ചെയർമാൻഷിപ്പിൽ ഇരിക്കുന്നത്. അപ്പം ഈ 3.5 വർഷക്കാലമായി പി കെ ശശി KTDCയുടെ ചെയർമാനായി ഇരിക്കുന്നു. ഇതിനിടയിൽ തന്നെയാണ് ഇദ്ദേഹത്തിനെതിരെ പാർട്ടിയിൽ നിരവധിയായ പരാതികൾ വരികയും നടപടികൾ വിധേയമാക്കുകയും ചെയ്തത് നമ്മൾ കാണേണ്ടത്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പിണറായി വിജയന് പോലും പി കെ ശശിയെ സംരക്ഷിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഈ പാർട്ടിക്കകത്ത് ഉരുത്തിരിഞ്ഞു വരുന്നതായിട്ട് തോന്നുന്നു. തീർച്ചയായും അതുകൊണ്ടാണല്ലോ ഇപ്പൊ അദ്ദേഹത്തിന് നിക്കക്കളിയില്ലാതായത്. അത് വർഗ ബഹുജന സംഘടനയുടെ തലപ്പത്ത് നിന്നൊക്കെ അദ്ദേഹത്തിനെ പുറത്താക്കാൻ അതിനർത്ഥം ഇപ്പൊ പിണറായി പാർട്ടിക്ക് മേലുള്ള ഒരു സ്വാധീനം കുറഞ്ഞു തുടങ്ങി അല്ല. ഈ സമ്മേളന കാലത്ത് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ CPM-ന്റെ എല്ലാ കാലത്തും സമ്മേളന കാലത്താണ് ഇതിന് ഉഗ്രവേഷം ഉണ്ടാകുന്നത്. കാരണം സമ്മേളന കാലത്ത് പ്രതിനിധികളെല്ലാം വളരെ ഓപ്പണായി ചർച്ച ചെയ്യുക, വിമർശനവും സ്വയം വിമർശനവും എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇപ്പൊ അത് ഏറെക്കുറെ കുറഞ്ഞിട്ടുണ്ട്. കാരണം വിമർശിക്കുന്ന എല്ലാവരും പിന്നെ വെട്ടിയൊതുക്കുന്ന രീതിയുണ്ട്. പക്ഷെ ഇപ്പോൾ ഉള്ളൊരു സംഭവം പല സ്ഥലങ്ങളിലും വളരെ രൂക്ഷമായ ചർച്ചകൾ ഉയരുന്നു. ഇപ്പൊ തിരുവനന്തപുരം സമ്മേളനത്തിലും അതുപോലെ തന്നെ പത്തനംതിട്ട സമ്മേളനത്തിലും എല്ലാം വലിയ രീതിയിൽ, വയനാട്ടിലും ഒക്കെ വലിയ രീതിയിൽ നേതൃത്വത്തിനെതിരെ രൂക്ഷമായ ഭാഷയിൽ ചർച്ചകൾ ഉയരുന്നു എന്നുള്ളത് MV ഗോവിന്ദൻ ഈ പാർട്ടിയെ കുറച്ചുകൂടി കൈയടക്കാൻ വേണ്ടി ശ്രമം നടത്തുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പിന്തുണ ഈ ചർച്ചകൾക്കൊക്കെ ഉണ്ട് എന്നുള്ളതാണ് നമ്മളിൽ കാണേണ്ടത്. നേരത്തെയൊക്കെ ചില നേതാക്കന്മാരൊക്കെ വളരെ രൂക്ഷമായ ഭാഷയിലൊക്കെ സംസാരിക്കുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഈ 8 വർഷക്കാലമായിട്ട് പാർട്ടിയിൽ പിണറായിയുടെ ആധിപത്യമാണ് എന്നുള്ളത് നമുക്കറിയാം. പിണറായി എന്താണോ തീരുമാനിക്കുന്നത് അത് നടപ്പിലാവുന്നു എന്നുള്ളതാണ്. പാർട്ടിക്കകത്ത് 8 വർഷമായിട്ടല്ല പിണറായിയുടെ ആധിപത്യം, അല്ലല്ല 20 വർഷക്കാലമായിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞു. പക്ഷേ ഈ 8 വർഷക്കാലമായിട്ട് എന്താ സംഭവം, പാർട്ടി സെക്രട്ടറിയും ഇതിന്റെ എല്ലാം പിണറായിയുടെ കൈകളിലേക്കാണ്. നേരത്തെ ആണെങ്കിൽ പാർട്ടി സെക്രട്ടറിഷിപ്പിൽ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം മർക്കട മുഷ്ടി ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഈ പാർട്ടിയെ കൈയടക്കിയത് നമുക്കറിയാം. അതുപോലെ തന്നെ എങ്ങനെയാണ് VS അച്യുതാനന്ദനെ ഇല്ലാതാക്കി, VS അച്യുതാനന്ദൻ ഗ്രൂപ്പുകാരെ എല്ലാം എങ്ങനെയാണ് ഘട്ടം ഘട്ടമായി ഇല്ലാതാക്കിയെന്നൊക്കെ നമുക്കറിയാം. പക്ഷേ പിന്നീട് ഈ അധികാരത്തിൽ വന്നതിന് ശേഷം അധികാരവും അതുപോലെ തന്നെ പാർട്ടിയിലെ ആധിപത്യവും ഒരുമിച്ച് അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിണറായി വിജയൻ എന്നുള്ളതാണ്. അവിടെയാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ഇപ്പോൾ പിണറായി വിജയന്റെ ഏറ്റവും മനസാക്ഷി സൂക്ഷിപ്പുകാരായിരിക്കുന്നവർക്ക് പോലും എതിരെ പോലും വലിയ രീതിയിലുള്ള ചർച്ചകൾ ഉയരുന്നു എന്നുള്ളതാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇതിന് സമാനമായി ഇതിന് കുറച്ചും കൂടി വലിയ ഒരു പരാതിയായിരുന്നു പി ശശിക്കെതിരെ ഉയർന്നിരുന്നത്. പി ശശിയെ പ്രാഥമിക അംഗത്വം നിന്ന് തന്നെ നീക്കം ചെയ്ത ഒരു സംഭവം ഉണ്ടായിരുന്നു. ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്താണ്, കണ്ണൂർ ജില്ലാ സെക്രട്ടറി. അതിനുശേഷം അദ്ദേഹം പൂർണ്ണമായും പാർട്ടി പ്രവർത്തനം നിർത്തുകയും അദ്ദേഹം അഭിഭാഷക വൃത്തിയിലേക്ക് മാറുകയൊക്കെ ചെയ്ത കാഴ്ചയുണ്ട്. എങ്ങനെയാണ് പി ശശി വീണ്ടും അതിശക്തനാവുകയും നേരത്തെ നായനാർ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് എങ്ങനെയാണോ പി ശശി വാണിരുന്നത് അതിലേക്കാളേറെ വലിയ ശക്തനായി എങ്ങനെയാണ് പി ശശി മാറിയെന്ന് വെച്ചാൽ
പിണറായി വിജയൻ എന്നുള്ള ഒറ്റ നേതാവിന്റെ സംരക്ഷണയിലായിരുന്നു നമ്മളിൽ കാണേണ്ടത്. അത്തരത്തിലൊരു സംരക്ഷണം ഇപ്പോൾ PK ശശിക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. PK ശശിക്ക് നേരത്തെ ലഭിച്ചിരുന്നു എന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹം KTDCയുടെ ചെയർമാനായത്. പക്ഷെ ഈ അടുത്ത കാലങ്ങളിൽ അത് ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല, PK ശശിക്കെതിരെ കർശനമായ നിലപാട് സ്വീകരിക്കാൻ വേണ്ടി സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദൻ തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ് മാറ്റത്തിന്റെ ചില സൂചനകൾ എന്ന് പറയുന്നത്. ഇത് ഈ പാർട്ടിയെ ഏതെങ്കിലും രീതിയിൽ തിരിച്ചുപിടിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ തിരിച്ചുപിടിക്കാനും പറ്റും. അങ്ങനെ വിചാരിക്കണ്ട. പഴയ പാർട്ടി CP നേരത്തെ ചോദിച്ചല്ലോ, പഴയ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി തിരിച്ചു വരുമെന്ന്. ഒരിക്കലും തിരിച്ചു വരും. പാർട്ടി തിരിച്ചു വരില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രാഞ്ച് സെക്രട്ടറി മുതൽ സംസ്ഥാന സെക്രട്ടറി വരെയുള്ള ആളുകൾ ആർഭാടങ്ങളിൽ മതിമറന്ന് ജീവിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ ആർഭാടങ്ങളിൽ നിന്നൊക്കെ തിരിച്ചു പോകാനായിട്ട്, അല്ലെങ്കിൽ ആഡംബര വണ്ടികളിൽ നിന്നൊക്കെ പുറത്തേക്ക് ഇറങ്ങി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാനൊന്നും സഖാക്കന്മാർക്ക് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഈ പാർട്ടിയുടെ തിരിച്ചുവരവൊക്കെ കണക്കായിരിക്കും എന്നുള്ളത് തന്നെയാണ് സത്യം. പിന്നെ വയനാട്ടിലെ CP പറഞ്ഞു, അവിടെ കുറച്ചുകൂടി ചെറുപ്പക്കാരനായ ഒരാളിനെ പാർട്ടി സെക്രട്ടറി ആക്കി. യഥാർത്ഥത്തിൽ അതല്ല സംഭവം. അവിടെ യഥാർത്ഥത്തിൽ ഈ ഔദ്യോഗിക ഗ്രൂപ്പുകാർ എന്ന് പറയുന്ന ചില ഗ്രൂപ്പുകാർ അവർക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു പ്രവണത, ഗഗാറിനെ അവിടെ തുടരട്ടെ എന്നുള്ള നിലപാടിലായിരുന്നു അവിടുത്തെ. ഞാൻ വയനാട്ടിൽ 2 ദിവസം ഉണ്ടായതുകൊണ്ട് ഞാൻ പറയാം, അവിടെയുള്ള പല ആളുകളായിട്ട് സംസാരിച്ചതിന്റെ പേരിൽ അവരൊക്കെ പറയുന്നത് അപ്രതീക്ഷിതമായിട്ടാണ് ഈ ഇദ്ദേഹം വന്നത് എന്ന് പറയുമ്പോഴും, നേരത്തെ തന്നെ ഇദ്ദേഹത്തെ ഈ DYFI നേതാവായിരുന്ന അദ്ദേഹത്തെ ജില്ലാ സെക്രട്ടറി ആക്കാൻ വേണ്ടി വലിയ രീതിയിലുള്ള നീക്കങ്ങൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു എന്നും അത് ആകസ്മികമായി അവതരിപ്പിക്കുക മാത്രമാണ് ചെയ്തതെന്നുള്ളതാണ്. അവിടെ ഇത്തരത്തിൽ ഒരു യുവ നേതാവിനെ കൊണ്ടുവന്നതിൽ വളരെ ഏറെ ക്ഷുഭിതരാണ് അവിടുത്തെ പരമ്പരാഗതമായ കമ്മ്യൂണിസ്റ്റുകൾ എന്നുള്ളതാണ് അവിടുത്തെ എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. അപ്പോൾ ഇത്തരത്തിൽ ഇപ്പൊ രാജു അബ്രഹാമിനെ പത്തനംതിട്ടയിൽ കൊണ്ടുവന്നത്, രാജു അബ്രഹാം യഥാർത്ഥത്തിൽ പത്തനംതിട്ടയിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അപ്രതീക്ഷിതമായി അവിടെ തോമസ് ഐസക്കിനെ മത്സരിപ്പിക്കാൻ കൊണ്ടതിന്റെ അവിടെ നമുക്ക് അറിയാം, 2 നേതാക്കന്മാർ തമ്മിൽ പരസ്യമായി വാഗ്വാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ സ്ഥാനാർത്ഥി നിർണ്ണയമൊക്കെയായി ബന്ധപ്പെട്ടിട്ട്. അതിനെതിരെ പാർട്ടി ഇപ്പൊ അന്വേഷണമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ രാജു അബ്രഹാമിനെ കൂടെ നിർത്തിയില്ല എങ്കിൽ പത്തനംതിട്ടയിലെ CPM വലിയ ക്ഷീണമുണ്ടാവും എന്ന് കരുതിയിട്ട് മാത്രമാണ് രാജു അബ്രഹാമിനെ അവിടെ പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിട്ട് കൊണ്ടുവരുന്നത്. ഇത്തരത്തിൽ പല സ്ഥലങ്ങളിലും മാറ്റങ്ങൾ ഉണ്ടാക്കുമ്പോൾ പോലും പാർട്ടിയിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപജയത്തിലൊന്നും ഒരു മാറ്റവും ഇല്ല. രാജു അബ്രഹാം സ്ഥാനമേറ്റെടുത്തതിന് ശേഷം ആദ്യമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് PP ദിവ്യ ജയിലിനുള്ളിൽ പോയതിനു ശേഷം അവർ തിരിച്ചിറങ്ങുന്ന സമയത്ത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാര്യ അവരെ സ്വീകരിക്കാൻ പോയതിൽ യാതൊരുവിധ തെറ്റും പാർട്ടി കാണുന്നില്ലെന്ന് പറഞ്ഞത്. അല്ല, അത് സ്വാഭാവികമായിട്ടും യാതൊരു തെറ്റ് കാണുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോവിന്ദ മാഷുമായിട്ട് തെറ്റേണ്ടി വരും. അപ്പൊ പിന്നെ അദ്ദേഹത്തിന് പിന്നെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് എത്ര കാലം തുടരാൻ പറ്റുന്നുള്ളൂ. ഇപ്പൊ സംസ്ഥാന സെക്രട്ടറി അംഗീകരിക്കാതെ ഒരു ജില്ലാ സെക്രട്ടറിക്ക് നിൽക്കാൻ പറ്റില്ല. CPM നേരത്തെയൊക്കെ അങ്ങനെ നിൽക്കാമായിരുന്നു. പക്ഷേ ഈ ഒരു കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് CPM സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില രീതികളൊക്കെ വെച്ച് നോക്കുമ്പോൾ പാർട്ടിക്ക് ഒരിക്കലും ജില്ലാ സെക്രട്ടറിമാർക്ക്, അതായത് ഏരിയ സെക്രട്ടറിക്ക് ജില്ലാ സെക്രട്ടറി അംഗീകരിച്ചേ പോകാൻ പറ്റുള്ളൂ, ജില്ലാ സെക്രട്ടറിക്ക് സംസ്ഥാന സെക്രട്ടറി അംഗീകരിച്ചേ പോകാൻ പറ്റുള്ളൂ. അതുപോലെ അത്തരത്തിലുള്ള ഒരു ചില സമവാക്യങ്ങളിലൂടെ മാത്രമേ നേതാക്കന്മാർക്ക് പോകാൻ പറ്റൂ എന്നുള്ളൊരു സാഹചര്യം CPM അതുകൊണ്ട് എല്ലാ ആളുകളും പരസ്പരം ചില അഡ്ജസ്റ്റ്മെന്റിലൂടെ പോവുക എന്നല്ലാതെ ആർക്കെങ്കിലും ഇനി വിമർശിച്ചുകൊണ്ട് ഈ പാർട്ടിയിൽ നിൽക്കാൻ പറ്റുമെന്ന് തോന്നരുത്. അത് ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ്. ഇനി ഇപ്പോൾ വരാൻ പോകുന്ന ജില്ലാ സമ്മേളനങ്ങളെല്ലാം കഴിയുകയും സ്റ്റേറ്റ് സമ്മേളനങ്ങളോടുകൂടി ഈ പാർട്ടിയിൽ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികളും അസ്വസ്ഥരായ ആളുകൾ പുറത്തേക്ക് പോകുന്ന കാഴ്ച കൂടി നമ്മൾ കാണേണ്ടി വരുന്നില്ലാണ്. അപ്പൊ ഇതൊക്കെ പറയുമ്പോഴും PK ശശിയെ കോൺഗ്രസിലേക്ക് എന്നുള്ള വാർത്തയൊക്കെ യഥാർത്ഥത്തിൽ എനിക്ക് വളരെ തമാശയായിട്ട് തോന്നുന്നു. കാരണം എല്ലാ വേസ്റ്റുകളെയും കൊണ്ട് ഇടാനുള്ള ഒരു കുപ്പത്തൊട്ടിയായിട്ട് കോൺഗ്രസ് മാറുമോ എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. അതുകൊണ്ട് PK ശശിയെ പോലുള്ള ആളുകളെ ഒന്നും യഥാർത്ഥത്തിൽ കോൺഗ്രസിന് എന്തെങ്കിലും രീതിയിൽ സാധ്യത ഉണ്ടെങ്കിൽ എടുക്കാതിരിക്കുകയാണ് വേണ്ടതെന്നുള്ളൊരു അഭ്യർത്ഥന കൂടി നമ്മൾ ഇതിനെ കൂടെ വെക്കുന്നുണ്ട്. ഏതൊക്കെയാലും CPM സംസ്ഥാന സമ്മേളനത്തിൽ വമ്പൻ ടെസ്റ്റുകളൊന്നും പ്രതീക്ഷിക്കാനില്ലെങ്കിലും ഒരുപക്ഷെ വമ്പൻ ടെസ്റ്റുകൾക്ക് സാധ്യത ഉണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.